യഥാർത്ഥത്തിൽ പെണ്ണിനോട് പറഞ്ഞതിനേക്കാൾ കടുപ്പത്തിലാണ് ഇസ്ലാം ആണിനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ സത്യം. കാരണം പെണ്ണിനോട് ശരീരം ഈ രീതിയിൽ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ഭാഗങ്ങൾ മറക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ആണിനോടും പറഞ്ഞു, ആണ് മറക്കേണ്ട ശരീരഭാഗങ്ങൾ ഇപ്പൊ ടൈറ്റ് ആയിരിക്കരുത്, ട്രാൻസ്പാരന്റ് ആയിരിക്കരുത്, ഇതൊക്കെ ആണിനുള്ള നിയമമാണ്. ആ ആണിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിന് അങ്ങനെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ പുരുഷൻ മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗങ്ങൾ മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അത് വളരെ ടൈറ്റായി ഉള്ള വസ്ത്രങ്ങളാവരുത്, അത് ട്രാൻസ്പാരന്റ് ആയ വസ്ത്രങ്ങളാവരുത്. ഇത് സ്ത്രീക്കുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷനുള്ള നിയമങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിൽ ഹിജാബിനെ കുറിച്ച് പറയുന്ന ആയത്ത്, ആ ആയത്തിന്റെ തൊട്ടു മുകളിൽ സ്ത്രീകളോട് ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ സംസാരിക്കുന്നത് ആണുങ്ങളോടാണ്. ആണുങ്ങളോട് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് ശരിക്കും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്ഷുവാലിറ്റി റിപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രകടമായ കൽപ്പനയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ലൈംഗികതയെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്, അന്യായമായ ലൈംഗികതയെ ഇസ്ലാം നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അയാൾ വിവാഹം കഴിച്ചതല്ലാത്തൊരു സ്ത്രീ, ആ സ്ത്രീയെ ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഗള്ളുൽ ബസ്വർ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളിലൊന്നാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പെണ്ണ് ഹിജാബ് ഇടണം എന്ന് പറഞ്ഞാൽ